ജീവിതത്തിൽ പുതിയതായി ഏതൊരു സ്കിൽസും ആക്ടിവിറ്റിയും പഠിക്കുന്നതിനും മാസ്റ്ററി നേടുന്നതിനും സാധിക്കുന്നത് കൃത്യമായിട്ടുള്ള പ്രാക്ടീസിലൂടെയാണ്. ലൈഫിൽ പ്രാക്ടീസിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും ഏതൊരു സ്കിൽസിലും കൂടുതൽ പ്രോസസ് എൻജോയ് ചെയ്ത് പഠിക്കുന്നതിനും സഹായിക്കുന്ന ഒരു ബുക്കാണ് തോമസ് എം സ്റ്റെർണറിന്റെ ദ പ്രാക്ടീസിംഗ് മൈൻഡ്. ഇന്ന് നമ്മുടെ ലൈഫിൽ നാം ധാരാളം കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നാം ലേൺ ചെയ്തത് കൃത്യമായിട്ടുള്ള പ്രാക്ടീസിലൂടെയാണ്. പണം സേവ് ചെയ്യാൻ പഠിച്ചത്, ഡ്രൈവ് ചെയ്യാൻ പഠിച്ചത്, എഴുതാൻ പഠിച്ചത് എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള പ്രാക്ടീസിലൂടെയാണ്. സ്റ്റെർണർ പറയുന്നത് ലൈഫിൽ ഏതൊരു സ്കിൽസ് പഠിക്കുന്നതിനും ഒരു മിനിമം ലെവൽ ഓഫ് ഡിസിപ്ലിൻ ആൻഡ് പേഷ്യൻസ് വളരെ പ്രധാനമാണ്. അല്ല എങ്കിൽ ആങ്സൈറ്റിയും ഫ്രസ്ട്രേഷനും ക്രിയേറ്റ് ചെയ്യുന്നതിന് അത് കാരണമാവുന്നു. പ്രാക്ടീസിങ് മൈൻഡ് മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം. ഏതൊരു സ്കിൽസ് പഠിക്കുന്നതിനും എൻജോയ് ദ പ്രോസസ്, നോട്ട് ദ പ്രോഡക്റ്റ്. ഇന്ന് ഏതൊരു കാര്യത്തിലും റിസൾട്ട് ആണ് നാം ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്നത്. റിസൾട്ട് ഓറിയന്റഡ് ആയി പ്രവർത്തിക്കുന്നത് ഫ്രസ്ട്രേഷനും ആങ്സൈറ്റിയും ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാവുന്നു. റിസൾട്ട് ഫോക്കസ് ആയി നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഓരോ മിസ്റ്റേക്സിലും നാം കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. ഓരോ മിസ്റ്റേക്സും നമുക്ക് കൂടുതൽ ബാരിയേഴ്സ് ആയി മാറുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു. സബ്സ്ക്രൈബും വ്യൂസും വർദ്ധിപ്പിക്കുക മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്താൽ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് ലഭിക്കാതെ വരുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവുകയും വർക്ക് എൻജോയ് ചെയ്യുന്നതിന് പകരം ക്വിറ്റ് ചെയ്യുന്നതിലേക്ക് നയിക്കുന്നു. സോ ഇവിടെ സ്റ്റെർണർ പറയുന്നത് ഏതൊരു പുതിയ സ്കിൽസ് മാസ്റ്ററി ചെയ്യുമ്പോഴും റിസൾട്ട് ഫോക്കസ് ചെയ്യുന്നതിന് പകരം പ്രോസസ് എൻജോയ് ചെയ്യുക. ഇത് ആക്ടിവിറ്റി കൂടുതൽ എൻജോയ് ചെയ്ത് പഠിക്കുന്നതിനും ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിനും സാധിക്കുന്നു. പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനും സാധിക്കുന്നു. പലപ്പോഴും റിസൾട്ട് ഫോക്കസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഗോൾസ് അച്ചീവ് ചെയ്താലും ഇന്നർ ഹാപ്പിനെസ്സിന് പകരം എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നതിന് കാരണമാകുന്നു. പേഷ്യൻസ് ഈസ് ദ കീ. പേഷ്യൻസ് ആണ് ഏതൊരു സ്കിൽസിലും കൂടുതൽ പ്രോഗ്രസ് നേടാൻ നമ്മെ ഏറ്റവും അധികം സഹായിക്കുന്നത്. പേഷ്യൻസോടുകൂടി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ആ ഒരു സ്കിൽസിൽ മാസ്റ്ററി നേടാൻ നമ്മെ സഹായിക്കുന്നത്. എന്നാൽ പലപ്പോഴും റിസൾട്ടിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, ഒരു കാര്യം നാം ലേൺ ചെയ്യുമ്പോൾ ബോറായി തോന്നുകയും അത് ഗിവ് അപ്പ് ചെയ്യുകയും ചെയ്യുന്നു. റിസൾട്ട് ഫോക്കസ് ചെയ്ത് നാം ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഇൻപേഷ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നു. ആ ഒരു ഇൻപേഷ്യൻസ് നാം എന്താണോ ചെയ്യുന്നത് അതിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. പ്രസന്റിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഫ്യൂച്ചറിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതിന് കാരണമാകുന്നു. പേഷ്യൻസോടുകൂടി ഏതൊരു കാര്യം ചെയ്യുമ്പോഴും കൺസിസ്റ്റൻസി ക്രിയേറ്റ് ചെയ്യുന്നു. അത് സക്സസിലേക്ക് നയിക്കുന്നു. പേഷ്യൻസോടുകൂടി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഓരോ ദിവസവും സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും പ്രോസസ് എൻജോയ് ചെയ്യുന്നതിനും സാധിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ലാംഗ്വേജ് പഠിക്കുന്നു. ഓരോ ദിവസവും വളരെയധികം ക്ഷമയോടുകൂടി കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ആ ഒരു കാര്യത്തിൽ കൂടുതൽ എൻജോയബിൾ ആയും എഫേർട്ട്ലെസ് ആയിട്ടും ആ ഒരു സ്കിൽസ് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഏതൊരു ടാസ്ക് നാം പഠിക്കുമ്പോഴും അത് സിംപ്ലിഫൈ ചെയ്യുക. പലപ്പോഴും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസുകൾ സെറ്റ് ചെയ്യുമ്പോൾ അത് ഫ്രസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നു. സക്സസ് നേടുന്നതിനായി ഗോൾസിനെ സിംപ്ലിഫൈ ചെയ്യുക. ഗോൾസിനെ ചെറിയ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇത് ഈസിയായി കോൺസെൻട്രേഷനോട് കൂടി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ബുക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഒരു 45 മിനിറ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഒരു 45 മിനിറ്റ് എല്ലാ ദിവസവും അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാം. ഇതിലൂടെ ആ ഒരു ഫ്രസ്ട്രേഷനും ആങ്സൈറ്റിയും കൺട്രോൾ ചെയ്യുന്നതിനും കൺസിസ്റ്റന്റ് ആയി എൻജോയ് ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഗോൾസ് ഇൻസ്റ്റന്റ് ആയി അച്ചീവ് ചെയ്യുന്നതിന് പകരം സ്ലോ ആയി അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇത് എഫേർട്ട്ലെസ് ആയി ടാസ്കുകൾ ലേൺ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഏതൊരു കാര്യം നാം പുതിയതായി പഠിക്കുമ്പോഴും പലപ്പോഴും നാം നമ്മെ തന്നെ ജഡ്ജ് ചെയ്യുന്നു. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ നമ്മൾ ധാരാളം മിസ്റ്റേക്സുകൾ സംഭവിക്കുന്നു, ഫെയിലിയേഴ്സ് സംഭവിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും നാം നമ്മെ തന്നെ ജഡ്ജ് ചെയ്യുന്നു. നമ്മളുടെ ഓരോ പ്രോഗ്രസ്സും സ്വയം ജഡ്ജ് ചെയ്യുന്നു. എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല, എനിക്കിത് ചെയ്യാനുള്ള കഴിവില്ല, ഇങ്ങനെ സ്വയം നാം നമ്മെ തന്നെ ജഡ്ജ് ചെയ്യുന്നു. ഇവിടെ സ്റ്റെർണർ പറയുന്നത് നാം സ്വയം ജഡ്ജ് ചെയ്യുന്നതിന് പകരം നോൺ ജഡ്ജ്മെന്റലായി കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഇതിലൂടെ മിസ്റ്റേക്സിനെ മനസ്സിലാക്കുന്നതിനും സാധിക്കുന്നു. ഈ ഒരു ഒബ്സർവേഷൻ ഡേ ടു ഡേ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതിനായി സ്റ്റെർണർ പറയുന്ന ഒരു മെത്തേഡാണ് ഡോഗ് മെത്തേഡ്. ഡു, ഒബ്സർവ് ആൻഡ് കറക്റ്റ്. ഈ ഒരു ടെക്നിക് ഏതൊരു സ്കിൽസിലും അപ്ലൈ ചെയ്യാം. ഡോഗ് മെത്തേഡ് ലൈഫിൽ കൂടുതൽ പ്രോഗ്രസ് നേടാനായിട്ട് സാധിക്കുന്നു.
ഉദാഹരണത്തിന് ഇലോൺ മസ്ക് എത്രയോ തവണ റോക്കറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ പരാജയപ്പെട്ടു. അപ്പോൾ സ്വയം ജഡ്ജ് ചെയ്യുകയോ ഫ്രസ്ട്രേറ്റഡ് ആവുകയോ ചെയ്യുന്നതിന് പകരം ഓരോ തവണ ബിൽഡ് ചെയ്യുമ്പോഴും മിസ്റ്റേക്സുകളെ ഒബ്സർവ് ചെയ്യുന്നു, അത് കറക്റ്റ് ചെയ്യുന്നു. അതാണ് പ്രോസസ് എൻജോയ് ചെയ്യുന്നതിനും അത് കണ്ടിന്യൂ ചെയ്യാനും സാധിച്ചത്. ഡോഗ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രോബ്ലത്തിനെ ഒബ്സർവ് ചെയ്യുന്നു. ഇവിടെ ജഡ്ജ് ചെയ്യുന്നില്ല, ഇത് ഗുഡ് ആണോ ബാഡ് ആണോ റൈറ്റ് ആണോ റോങ് ആണോ. ഇവിടെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുകയാണ്, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നു. ഡോഗ് മെത്തേഡ് പ്രോസസ് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനും കാം ഡൗൺ ആയി വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നു. ഒരു സ്കിൽസിൽ നമുക്ക് കൂടുതൽ മാസ്റ്ററി നേടാൻ സാധിക്കുന്നത് നാം നേടിയ അറിവുകൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെയാണ്. ആ ഒരു സ്കിൽസ് കൂടുതൽ മാസ്റ്ററി നേടാനും കൂടുതൽ അതിനെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്നു. സോ ലൈഫിൽ പുതിയതായി ഏതൊരു സ്കിൽസ് പഠിക്കുമ്പോഴും പ്രോസസ് കൂടുതൽ എൻജോയ് ചെയ്യുന്നതിനും എഫേർട്ട്ലെസ് ആയി ആ ഒരു സ്കിൽസിൽ മാസ്റ്ററി നേടുന്നതിനും നമ്മെ സഹായിക്കുന്ന ഒരു ബുക്കാണ് തോമസ് എം സ്റ്റെർണറിന്റെ ദ പ്രാക്ടീസിംഗ് മൈൻഡ്.